ഇന്ന് റമദാന്റെ മുന്നോടിയായി ഇപ്പം ഇറങ്ങും 1-2 എക്സുകളുടെ ക്ലിപ്പ്. എല്ലാ കൊല്ലവും വരുന്നതാണ്. 2-3 എക്സുകൾ ഇപ്പം ഇറങ്ങും. ആരിഫ്, പിന്നെ ലിയാഖത്ത്, ഇങ്ങനത്തെ കുറച്ച് എക്സുകൾ ഇപ്പം ഇറങ്ങും. നോമ്പ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പോലെയാണ്. നോമ്പ് നിർവഹിക്കുന്നതോടുകൂടി അനേകരായ ആളുകൾ മരണപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചറപ്പേ റമദാൻ കഴിഞ്ഞ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഉണ്ടാവും ഇന്ത്യയിൽ നിന്ന് മരിച്ച എത്രയും ആളുകൾ എന്ന് പറഞ്ഞ ലിസ്റ്റ്. പണ്ടുണ്ടായില്ല ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് അമ്മാനിലെത്തിയ മലയാളികൾ എന്ന് പറഞ്ഞൊരു പേജ്. അപ്രകാരം റമദാൻ കഴിഞ്ഞാൽ ഉടനുണ്ടാവും റമദാനിൽ മരിച്ച ഇന്ത്യക്കാരുടെ കണക്ക്, ആഫ്രിക്കക്കാരുടെ കണക്ക്. നമ്മുടെ വീട്ടിലൊക്കെ 5 വയസ്സുള്ള കുട്ടി നമ്മൾ നിർബന്ധിപ്പിച്ച് വേണ്ടാന്ന് പറഞ്ഞാലും നോമ്പെടുക്കുന്ന അനുഭവത്തിനുണ്ട്. എന്തെങ്കിലും പറ്റിയോ? ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നോമ്പ് എടുത്തിട്ട് 4-5 മണിക്കൂർ പന്ത് കളിക്കണില്ല. എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇതുവരെ നോമ്പെടുത്തു എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഓലും കേട്ടോ ഇറങ്ങും. ഓർക്ക് ഭയങ്കര വിഷമാണ് മുഅ്മിനീങ്ങൾ നോമ്പെടുത്തിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വയ്യ. ഓർക്ക് കേരളത്തിലൊക്കെ റമദാൻ കാലത്ത് എല്ലാ പള്ളിക്ക് എത്രയാണോ മയ്യത്ത് മറവ്, ഡെയിലി ഒരു 10-20 മയ്യത്ത് ഇങ്ങനെ മറവാടും. എന്താ കാര്യം എന്ന് പറയാം? നോമ്പ് വെച്ചിട്ട് മരിച്ചവര്. ഓരൊക്കെ ഏത് സങ്കല്പ ലോകത്താണ് ജീവിക്കണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അതൊരു പരിസരമൊക്കെ ഒന്ന് മാനിച്ചിട്ട് വേണ്ടേ? ഈ ചങ്ങാതി എക്സ് ആണ് ഇതിൻ്റെ മുമ്പ് ഫുള്ള് നോമ്പെടുത്തിക്കണം, എന്നിട്ടോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സ് ആകാൻ പറ്റുമായിരുന്നോ? ഇതാണ് പ്രശ്നം. അപ്പോൾ ആത്മീയമായി നമ്മൾ എത്ര പുരോഗതി പ്രാപിച്ചാലും അതിനെ ഒരിക്കലും സഹിഷ്ണുതയോടെ കാണാൻ പറ്റാത്ത എക്സുകളുണ്ട്, അതല്ലാത്തവരുണ്ട്. എല്ലാവരുടെയും കുതന്ത്രങ്ങളും കുപ്രചാരണങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ എന്താണ് ഹക്കായ ദീനെന്ന് മനസ്സിലാക്കി പൂർണ്ണമായ സംതൃപ്തിയോടുകൂടെ റമദാനെ സ്വീകരിക്കാനും അങ്ങനെ തന്നെ യാത്ര അയക്കാനും നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാനും ഇതുവരെ നടന്ന എല്ലാ റമദാനുകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ.